നമ്മൾ ഈ ബുക്കിന്റെ പേര് ഹ്യൂമാനിസം ആൻഡ് ലോജിക് ആണ്. ഹ്യൂമാനിസത്തെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഹ്യൂമാനിസം, ഒരു മനുഷ്യനായി ജീവിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തൊക്കെ പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യേണ്ടത് മുതലായ കുറച്ച് കാര്യങ്ങൾ, അത് എവിടെ നിന്നൊക്കെ വന്നു എന്നും ഓരോ മതഗ്രന്ഥങ്ങളിലും ഭൗതികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ഒക്കെ ആ ഹ്യൂമാനിസത്തെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബ്ലോക്ക് 2 ഇന്ന് നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. അത് ലോജിക്കാണ്. അതാണ് സബ്ജക്റ്റിന്റെ പേര് ആദ്യം പറഞ്ഞത്, ഹ്യൂമാനിസം ആൻഡ് ലോജിക്. അതിൽ ഹ്യൂമാനിസം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ലോജിക്കാണ്. എന്താണ് ലോജിക്ക്? പലപ്പോഴും നമ്മൾ ഈ വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഈ ലോജിക്ക്, ഒരു ലോജിക്ക് ഇല്ലാതെ സംസാരിക്കുന്നു എന്നൊക്കെ പറയേണ്ടത് നമ്മൾ പറയാറുണ്ട്. എന്താണ് ശരിക്കും ലോജിക്ക്? ലോജിക്ക് നമുക്ക് ഇതിനെ രണ്ട് രീതിയിൽ ഇതിനെ അർത്ഥം വെക്കാം. അതിലൊന്ന് തർക്കശാസ്ത്രമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തർക്കശാസ്ത്രം. രണ്ടാമത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ യുക്തിശാസ്ത്രം എന്നും പറയാം. ഡിക്ഷണറിയിലെ മീനിങ് ഒക്കെ നോക്കുമ്പോൾ ഈ രണ്ട് രീതിയിലുള്ള അർത്ഥവും നമുക്ക് കിട്ടും, തർക്കശാസ്ത്രം അല്ലെങ്കിൽ യുക്തിശാസ്ത്രം. അപ്പോൾ എന്താണ് തർക്കശാസ്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? സുജീഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുമോ, അങ്ങനെ കേട്ടിട്ടുണ്ടോ തർക്കശാസ്ത്രം എന്ന്? എവിടെയെങ്കിലും ഇതിനെ കുറിച്ചിട്ട് വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ തർക്കശാസ്ത്രം? ഒന്ന് പറയോ? തർക്കശാസ്ത്രത്തെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? സുജീഷ് പോയോ? നസരീൻ ഒന്ന് മൈക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കുള്ള ടോപ്പിക്കാണ് ലോജിക്ക്. ലോജിക്ക് രണ്ട് ക്ലാസ്സിനുണ്ട്. സുജീഷ് മൈക്ക് ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. സുജീഷ് മൈക്ക് ഓൺ ആണ്. ഓക്കെ സാർ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടാവും അല്ലേ? തർക്കശാസ്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? തർക്കശാസ്ത്രം ലോജിക്ക്, അതായത് നമ്മുടെ യുക്തി ഉപയോഗിച്ചിട്ട് അതിനെ കുറിച്ചുള്ള പഠനമാണോ സാർ? അതെ, യുക്തി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? യുക്തിചിന്തകന്മാര്. ഓക്കെ, അപ്പോ യുക്തി എന്ന് കേട്ടിട്ടുണ്ടാവും, യുക്തിവാദി എന്ന് കേട്ടിട്ടുണ്ടാവും. ഏകദേശം ലോജിക്കും അത് തന്നെയാണ്, തർക്കശാസ്ത്രവും അത് തന്നെയാണ്. നമുക്ക് അതിന്റെ മീനിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഹ്യൂമാനിസത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളായിരിക്കില്ല. ഇത്തിരി എന്താ പറയാ, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണിത്. അതുകൊണ്ട് തന്നെ അതിനെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കണം. തർക്കശാസ്ത്രം എന്നാൽ ന്യായമായ ചിന്തയുടെ ശരിയായ നിഗമനങ്ങളിൽ എത്തുന്നതിന്റെയും തത്വങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. മലയാളത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇംഗ്ലീഷിൽ നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളം തന്നെ നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാവാൻ, പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞ കാര്യമില്ല. അതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അപ്പടി വിശ്വസിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. അതാണ് യുക്തിചിന്തകന്മാരുടെ പ്രത്യേകത. അല്ലെങ്കിൽ തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒഴുക്കിന് എതിരെ നീന്തണം എന്നാണ്. എന്ത് കേട്ട് കഴിഞ്ഞാലും അതിനൊന്ന് വേറെ രീതിയിൽ ചോദ്യം ചെയ്ത് നോക്കണം. നമ്മൾ കേൾക്കുന്നതൊന്നും ശരിയല്ല, നമ്മൾ പറയുന്നതൊന്നും ശരിയല്ല. നമ്മൾ ഹ്യൂമാനിസത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു, കുറെ മതപരമായ കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോ ചില ആളുകൾക്ക് മനസ്സിലായി ചില കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന്. അതായത് മതങ്ങളിൽ തന്നെ ആണെങ്കിലും മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിലൊക്കെ വേണ്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വലിയ കാര്യങ്ങളാക്കിയിട്ട് ചിത്രീകരിച്ചിട്ട് ഇപ്പൊ അതൊന്നും ശരിയല്ല എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് പലർക്കും.
അതൊരു പക്ഷെ നല്ലതാവാം അല്ലെങ്കിൽ ചീത്തയാവാം. ഈ ഒരു ചിന്ത നമുക്ക് എവിടെ നിന്ന് വരും? അതാണ് ലോജിക്കിലൂടെ നമുക്ക് വരിക. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും കേട്ട് അപ്പടി വിശ്വസിക്കുന്ന ഒരു പരിപാടി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എല്ലാറ്റിനും നമ്മൾ ചോദ്യം ചെയ്യും, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ അതിന് തെറ്റാണ്. നമ്മൾ ശരിക്കും റീസണിങ് എന്ന് പറയുന്നത് അതാണ്. അതായത് പല കാര്യങ്ങളെയും കേട്ടപാടനുസരിക്കാതെ അതിനെക്കുറിച്ച് മറിച്ച് ചിന്തിച്ചു നോക്കുക. എല്ലാറ്റിനും രണ്ട് വശങ്ങളുണ്ട്. യുക്തി ശാസ്ത്രം അല്ലെങ്കിൽ തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ തർക്കിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് തർക്കിക്കാൻ നമുക്കറിയാലോ. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുക. അങ്ങനെ ഒരു സ്വഭാവം മനുഷ്യന് നല്ലതാണോ? ഒരാളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത് നല്ല സ്വഭാവമാണ്, ചീത്ത സ്വഭാവമാണ്? ചില സമയത്ത് അത് നല്ല സ്വഭാവമാണ്. അതായത് പറയുന്ന ആള് പറയുന്ന സംഭവം എല്ലാ സമയത്തും സത്യമോ അല്ലെങ്കിൽ കറക്റ്റായിരിക്കില്ല. ഒരാളെ കുറിച്ച് വന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുകയാണ്, അയാൾ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മളടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ അയാളെ കൂടല്ലേ വേണ്ടത്. അതിനെ നമ്മൾ അപ്പം എതിർക്കണം. അങ്ങനെ എതിർക്കാൻ നമുക്ക് ധാർമ്മികമായ ഒരു ബാധ്യതയുണ്ട് എന്നാണ്. എപ്പോ നമ്മൾ വിവരമുള്ള ആളാകുമ്പോൾ. അവിടെ നിന്നാണ് തർക്കശാസ്ത്രം അല്ലെങ്കിൽ ലോജിക്ക് അല്ലെങ്കിൽ യുക്തിശാസ്ത്രം വരുന്നത്. അപ്പൊ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താവണം? തർക്കശാസ്ത്രം മനസ്സിലാക്കിയിരിക്കണം. എല്ലാറ്റിനും അങ്ങോട്ട് അംഗീകരിക്കലല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാറ്റിനും എതിർക്കാനും പറ്റില്ല. തർക്കശാസ്ത്രത്തിനേക്കാൾ കുറച്ചുകൂടെ കോമൺ സെൻസ് ഉള്ളതാണ് യുക്തിശാസ്ത്രം എന്ന് പറയാം. രണ്ടും സെയിം ആണെങ്കിലും യുക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിൽ കണ്ടതിന് വിശ്വസിക്കുക, അല്ലാതെ ആരെങ്കിലും പറയുമ്പോഴേക്ക് വിശ്വസിക്കലല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രഡക്ഷൻ ആണ് നമ്മളോട് പറഞ്ഞത്. അതായത് എല്ലാ കാര്യവും കേട്ടപടി വിശ്വസിക്കലല്ല. നമ്മളിതിന്റെ മീനിങ് പഠിക്കുമ്പോൾ എവിടെ നിന്നാണിത് വന്നതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഇത് ലോജിക്ക് എന്നുള്ള ഒരു പദം, അതായത് ലോഗോസ് എന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്ന് ലോജിക്ക് വന്നു എന്നാണ്. ലോഗോസ്. തർക്കശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തർക്കശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാം. നമുക്ക് ചെറിയ ഒരു നോളജ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളതാണ് ഈ ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ന്യായവാദത്തിന്റെ, അതായത് കറക്റ്റ് റീസണിങ്, തത്വങ്ങളെയും രീതികളെയും കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ ചിന്തയുടെ ഘടനയെയും സാധുതയെയും പരിശോധിക്കുന്ന ഒരു പഠനം. നമ്മുടെ മുന്നിൽ വരുന്ന എന്ത് സംഗതിയാണോ, എന്ത് പരാതിയാണോ, അതിനെ അപ്പടി അനുസരിക്കാതെ ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതിയാണ് ലോജിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തർക്കശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ ഓൾഡ് സ്റ്റേജ് വരുന്നത് നമ്മുടെ ഭാരതീയ, എന്താ പറയാ, നമുക്ക് ധാരാളം പ്രമാണങ്ങൾ അവൈലബിൾ ആണ് ഇന്ത്യയിൽ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ധാരാളം ഗ്രന്ഥങ്ങൾ അവൈലബിൾ ആണ്. അത് ഹോളി ബുക്സ് ആയിട്ടുണ്ട്, അല്ലാത്തതുണ്ട്, പ്രമാണങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, എല്ലാം ഉണ്ട്. ആ പ്രമാണങ്ങളിൽ തന്നെ തർക്കശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറെയൊക്കെ ഇത് മതപരമായ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. എല്ലാ മതങ്ങളിലും ഈ തർക്കശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നന്മയും തിന്മയും ശരിയും തെറ്റും എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന പോലെ തന്നെ ആളുകൾ പറയുന്ന ചില കാര്യങ്ങളിലെ ശരിയും തെറ്റും നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം എന്നർത്ഥം. നമ്മൾ കണ്ടില്ല, ചില ആളുകൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ഇറങ്ങി പുറപ്പെട്ട് ആകെപ്പാടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചില ആളുകൾ അങ്ങനെയല്ല, കേട്ട പാടെ എന്ത് ചെയ്യില്ല, ഇറങ്ങി പുറപ്പെട്ട് കച്ചറ ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. അവര് അതിന് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി.
അതിന് സത്യമുണ്ടോ എന്ന് മനസ്സിലാക്കി അങ്ങനെ വിശകലനം ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കളവാണ് എന്ന് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ബോധം, അതാണ് തർക്കശാസ്ത്രം എന്ന് പറയുന്നത്. നിങ്ങളിതിനെ നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്കിത് മലയാളത്തിൽ എഴുതി ഫലിപ്പിക്കാം. ഞാൻ കാര്യമൊന്ന് മനസ്സിലാക്കി തരുന്നു മാത്രമേ ഉള്ളൂ, കാരണം ഇത് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. അപ്പോ ഇന്ത്യയില് പുരാതന കാലത്ത് തന്നെ ലോജിക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തർക്കശാസ്ത്രം. അതിന് പ്രാമാണികമായ ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ന്യായ ദർശനം എന്നതാണ്. ന്യായദർശനം നമുക്കൊരു ഉപനിഷത്തുകളിൽ വരുന്ന കുറച്ച് ഗ്രന്ഥങ്ങളാണ്. അതില് ന്യായ സ്കൂൾ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ പഠിക്കുമ്പോൾ, ഇന്ത്യൻ എത്തിക്സ് പഠിക്കുമ്പോൾ അതിലുള്ള ഒരു രീതിയാണ്. അതായത് നമുക്ക് എത്തിക്സ് എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ എത്തിപ്പെടുന്നത് ന്യായ സമ്പ്രദായം അല്ലെങ്കിൽ ന്യായ സ്കൂൾ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്കാണ്. എന്താണ് എത്തിക്സ്? ശരിയും തെറ്റും തന്നെയാണ്. നന്മയും തിന്മയും എന്താണെന്ന് മനസ്സിലാക്കുന്ന, പഠിപ്പിക്കുന്ന സംഗതിയാണ് എത്തിക്സ്. ഈ എത്തിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് ന്യായ സ്കൂളാണ്. അതായത് ഇന്ത്യയിൽ ന്യായ ദർശനം എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഉണ്ട്. അതാണ് അതിൽ എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ഈ ലോജിക്കിനെ കുറിച്ച്, തർക്കശാസ്ത്രത്തെ കുറിച്ച്, അല്ലെങ്കിൽ യുക്തിശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ത് കേട്ടാലും അതിൽ നന്മയുണ്ടോ തിന്മയുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചാൽ മതി. അതൊരു പക്ഷേ തെറ്റായ കാര്യങ്ങളായിരിക്കും, എന്നാലും നമ്മൾ ഓടിച്ചെന്ന് അത് അംഗീകരിക്കരുത്. അത് ശരിയാണെങ്കിലും ശരി, അതിൽ നമ്മൾ ഓടിച്ചെന്ന് ഒരു മറുപടി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ശരി. അപ്പോൾ അതിനെയാണ് നമ്മൾ ന്യായ ദർശനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഈ ന്യായ ദർശനം എന്ന് പറയുന്ന ഈ ഉപനിഷത്ത് അല്ലെങ്കിൽ ഈ ഗ്രന്ഥം കൊണ്ടുവന്നുള്ളത് ഗൗതമ മഹർഷിയാണ്. ഗൗതമ മഹർഷി ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യക്ക് ധാരാളം പ്രാമാണികമായ പ്രമാണങ്ങൾ, അതായത് പുരാതനമായ ഗ്രന്ഥങ്ങളുണ്ട്, കുറേ ശാസ്ത്രങ്ങളുണ്ട് എല്ലാറ്റിനും, അല്ലേ? നമ്മുടെ എന്താ പറയാ, തച്ചുശാസ്ത്രം, എന്താ അതിന് പറയാ, തച്ചുശാസ്ത്രം അല്ലെ, ആശാരിപ്പണിയൊക്കെ വരുന്നത്, തച്ചൻ. അത് മറ്റു രാജ്യങ്ങളിലൊന്നും അങ്ങനെ അതിനൊരു പ്രത്യേക ശാസ്ത്രമോ ബുക്സോ ഒന്നും അവൈലബിൾ ആവുന്നതിന് മുമ്പ് ഇന്ത്യയിൽ അതിനെക്കുറിച്ച് ബുക്കുണ്ട്. കർമ്മശാസ്ത്രമുണ്ട്, കുറേ ശാസ്ത്രങ്ങളുണ്ട്, നമുക്ക് കുറേ ബുക്കുകളുണ്ട്. ഇതൊക്കെ മഹർഷിമാര് എഴുതി ഉണ്ടാക്കിയതാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. ബിസിനസിനെ കുറിച്ച്, കണക്കെഴുത്തിനെ കുറിച്ച്, ഇപ്പൊ ചാണക്യന്റെ ബുക്കുകൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്തായാലും ഇന്ത്യയിൽ പുരാതന കാലത്ത് തന്നെ ന്യായ സ്കൂളുണ്ട്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലോജിക്കുമായി ബന്ധപ്പെട്ടതാണ്. തർക്കശാസ്ത്രം, യുക്തിശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ പ്രമാണങ്ങളാണ് വരുന്നത്. ആ പ്രമാണത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ശരിയായ അറിവ് നേടാനുള്ള വഴികൾ. അതായത് നമ്മൾ ഒരു അറിവ് മറ്റൊരിടത്ത് ഇങ്ങോട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളിൽ കൂടെയാണ്. ഒന്ന് പെർസെപ്ഷനാണ്, 3 അല്ല 4 വരുന്നത്. പെർസെപ്ഷൻ, ഇൻഫറൻസ്, കമ്പാരിസൺ, ദെൻ വെർബൽ ടെസ്റ്റിമോണി. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നത് ആദ്യം ആ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് ഒരു കമ്പാരിസൺ നടത്തുകയും പിന്നീട് നമ്മൾ അതൊരു വാക്കായിട്ട് പറയുകയും ചെയ്യാണ്. അപ്പോൾ ഒരു നല്ല ഒരു സംഗതി അല്ലെങ്കിൽ നല്ലൊരു അറിവ് നമ്മൾ നേടിയെടുക്കുന്നത് ഈ 4 ഘട്ടങ്ങളിൽ കൂടെയാണ്, അല്ലെങ്കിൽ ഈ 4 മാർഗങ്ങളിൽ കൂടെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലെ? അതായത് പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കലാണ് പെർസെപ്ഷൻ.
അനുമാനം പെർസെപ്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല, ചിന്തിച്ച് പ്രവർത്തിക്കണം. ശരിക്കും തിങ്ക് ബിഫോർ ഡൂയിങ് എന്നൊരു ഒരു ഒരു ചൊല്ല് തന്നെയുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നതിന് നമ്മൾ ചിന്തിക്കണം. ചില ആളുകൾ അബദ്ധത്തിലേക്ക് പോയി ചാടുന്നത് ഈ ലോജിക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ചില ആളുകൾ എന്ത് ചെയ്താലും അബദ്ധത്തിലാവുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ? അവർക്ക് എന്തില്ല? ലോജിക്ക് ഇല്ല, യുക്തിചിന്തയില്ല, ഒന്നിനെ കുറിച്ചും കൂടുതൽ ചിന്തിക്കാതെ. അപ്പോൾ അനുമാനം എന്ന് പറയുന്നത് ഇൻഫറൻസ് ആണ്. നമ്മൾ ഒരു കാര്യം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അത് ചെയ്താൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചെയ്യണം. ഇനി കമ്പാരിസണിൽ വരുമ്പോഴോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ ഓപ്ഷൻസ് എടുത്തിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക, ഇങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക. ഒരാള് നമ്മളടുത്ത് വന്നിട്ട് ഒരാൾ കുറ്റം പറഞ്ഞു, അയാൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ആദ്യം അയാൾ പറയുന്ന വിഷയം നമ്മൾ ഗ്രഹിക്കണം, അതാണ് പെർസെപ്ഷൻ. എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, ചിന്തിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കണം. പ്രവർത്തിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കമ്പാരിസൺ ചെയ്യണം. കമ്പാരിസൺ ചെയ്തതിന് ശേഷമേ നമ്മളൊരു തീരുമാനം എടുത്ത് അയാൾ അറിയിക്കാൻ പാടുള്ളൂ, പുറത്ത് പറയാൻ പാടുള്ളൂ. നമ്മൾ കേൾക്കുന്ന എല്ലാ സത്യങ്ങളും എല്ലായിടത്തും വിളിച്ചു പറയാൻ പറ്റുന്നതല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ലോജിക്കുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെ പോലെ വിദ്യാസമ്പന്നരായ വ്യക്തികൾ ചിന്തിക്കേണ്ട കാര്യം. മതപരമായിട്ടും ഈ ലോജിക്കിനെ കുറിച്ചിട്ടൊക്കെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ എന്താണ് ഈ ലോജിക്ക്? ആ ലോജിക്കിൽ വരുന്ന അനുമാനം എന്താണെന്നതിന് താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഗതിയാണ് നമ്മൾ എന്താ പറയാ ലോജിക്കിൽ വരുന്നത്. ആ ലോജിക്കിനെ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. കുന്നിന് തീയുണ്ട് കാരണം അവിടെ പുകയുണ്ട്. 5 ഘടകങ്ങളാണ് ഈ ഒരു വിശുദ്ധമായ അനുമാന പ്രക്രിയ ന്യായ ചിന്തകർ വികസിപ്പിച്ചു എന്നാണ്. അതായത് ഇന്ത്യയിലെ പുരാതന ചിന്തകന്മാര്, അതായത് മഹർഷിമാര് 5 ഘടകങ്ങളടങ്ങിയ ഒരു അനുമാന പ്രക്രിയ, ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് അവർ പഠിപ്പിച്ചത്. ഇങ്ങനെ കുറെ ഘട്ടങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതായത് നമ്മൾ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഇന്ത്യയുടെ കൺസെപ്റ്റ് ഇതാണ്. ന്യായ ദർശനം എന്ന് പറയുന്ന പ്രമാണത്തിലാണ് തർക്കശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കാര്യം കേട്ടാൽ നമ്മൾ എടുത്തു ചാടി പ്രവർത്തിക്കരുത് എന്നത്. ഇനി ഗ്രീക്ക് ശാസ്ത്രത്തിലും ഇത് പുരാതന കൺസെപ്റ്റാണ് കേട്ടോ. അവിടെയും എന്ത് പറഞ്ഞിട്ടുണ്ട്? തർക്കശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ, എടുത്തു ചാടി പെട്ടെന്ന് നമ്മൾ പുറപ്പെടാതെ ഓരോ കാര്യത്തിനെയും കീറി മുറിച്ച് പഠിച്ചിട്ട് അതിനെ എതിരെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ. അപ്പോ ഗ്രീക്ക് മിത്തോളജിയിൽ അല്ലെങ്കിൽ ഗ്രീക്കിന്റെ പുരാതന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അരിസ്റ്റോട്ടിലിന്റെ കുറച്ച് ഫൈൻഡിങ്സ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുക്സ് ആണ്. അത് BC 4th സെഞ്ചുറിയിലാണ്. ശരിക്കും തർക്കശാസ്ത്രത്തിന്റെ പിതാവായിട്ട് തന്നെ കണക്കാക്കുന്നത് അരിസ്റ്റോട്ടിലിനെയാണ്. അദ്ദേഹമാണ് ശരിക്കുള്ള തർക്കശാസ്ത്രത്തെ കുറിച്ചുള്ള ഒരു തർക്കശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ആവിഷ്കരിച്ചത് തന്നെ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങള് തർക്കശാസ്ത്രത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങള് ഓർഗനോൺ എന്നാണ് അറിയപ്പെടുന്നത്. അതും കൂടെ അതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി സിൽഗോണിസം എന്നുള്ളൊരു വാക്കുകൂടെ നമ്മൾ തർക്കശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ, തർക്കശാസ്ത്രത്തിന് അരിസ്റ്റോട്ടിൽ നൽകിയ ഏറ്റവും വലിയൊരു സംഭാവന ആണ് സില്ലോഗിസം എന്ന് പറയുന്നത്. എന്താണ് സില്ലോഗിസം എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ആണ്. 2 വാക്കുകൾ നമ്മൾ പറയുക, അല്ലെങ്കിൽ ഒരു സെന്റൻസിന് 2 വാക്യങ്ങൾ ഉണ്ടാവും. അത് ഒന്ന് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ഗ്രാമറിലൊക്കെ പറയാറുണ്ട് സ്റ്റേറ്റ്മെന്റും അതിനെ ഫോളോ ചെയ്ത് വരുന്ന വേറൊരു സ്റ്റേറ്റ്മെന്റ്. അതായത് 2 വാക്കുകൾ, അതിനെന്തോ നമ്മൾ പ്രഡിക്റ്റീവോ അങ്ങനെ എന്തൊക്കെയോ പറയും. നമ്മളിവിടെ ഒരു ഇത് പറഞ്ഞു, എവിടെ കുന്നിന് തീയുണ്ട് കാരണം അവിടെ പുകയുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളിങ്ങനെ
പുക വരുന്നത് നമുക്ക് കാണാം. അപ്പൊ അതിനർത്ഥം എന്താണ്? അവിടെ തീ ഉണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും കറക്റ്റായ വാക്കാണ്, രണ്ട് സത്യമാണ്. ചില സമയത്ത് എന്ത് സംഭവിക്കും? ഒരു വാക്ക് പറയും, ഒന്ന് കറക്റ്റ് ആയിരിക്കും, ഒന്ന് തെറ്റായിരിക്കും. അപ്പോ ശരിയായതിന് ശരിയെന്നും തെറ്റായതിന് തെറ്റാ എന്നും പറയാനുള്ള ഒരു ബോധം മനുഷ്യന്മാർക്ക് ഉണ്ടാവണം. എന്തായാലും തർക്കശാസ്ത്രത്തിലെ ചില വാക്യങ്ങൾ സില്ലോഗിസം ആയിട്ടാണ് വരിക. അതായത് രണ്ട് വാക്കുകൾ ഉണ്ടാവും, ചിലപ്പോൾ രണ്ടും തെറ്റോ അല്ലെങ്കിൽ രണ്ടും ശരിയോ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞുള്ളത് എല്ലാ മനുഷ്യരും മർത്യരാണ്, സോക്രട്ടീസ് മനുഷ്യനാണ്, അതിനാൽ സോക്രട്ടീസ് മർത്യനാണ്. ഇത് 3 സെന്റൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇതെല്ലാം കറക്റ്റാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഇതിൽ ഏതെങ്കിലും ഒന്ന് വ്യർത്ഥമായ വാക്കായിരിക്കാം എന്നുള്ളതാണ്. ഈ മർത്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? മർത്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മർത്യർ എന്ന് പറയുന്നത് കാലാകാലം ജീവിക്കുന്നവരല്ല, മരണത്തിന് കീഴടങ്ങുന്നവരെയാണ് നമ്മൾ മർത്യർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ രീതിയിൽ വരും എന്നതിൻ്റെ ഒരു ഗ്രാമറ്റിക്കൽ രീതിയാണ് സില്ലോഗിസം എന്ന് പറയുന്നത്. നിങ്ങൾ അത്ര കാര്യമായിട്ട് നോക്കൊന്നും വേണ്ട. നമ്മൾ ഗ്രീക്ക് ശാസ്ത്രത്തിൽ നമ്മൾ തർക്കശാസ്ത്രത്തിന്റെ പിതാവായിട്ടൊക്കെ നമ്മൾ കണക്കാക്കുന്നത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പുരാതന കാലമാണ് നമ്മൾ പറഞ്ഞത്. ഇനി മധ്യകാലത്തിലേക്ക് വരുമ്പോൾ സ്കോളാസ്റ്റിക് തർക്കശാസ്ത്രം, അത് കുറച്ചുകൂടെ ഒരു പുരാതന, അതൊരു ആധുനിക കാലത്തിലേക്ക് വരുന്ന ഒരു മധ്യകാലഘട്ടമാണ്. ഇവരും എന്ത് ചെയ്തു? അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളെ ഒന്നുകൂടെ വികസിപ്പിക്കുകയും അവരുടെ കൺസെപ്റ്റിനോടുകൂടി, ഇപ്പം ഹിന്ദു കൺസെപ്റ്റും അരിസ്റ്റോട്ടിൽ പറയുന്ന കൺസെപ്റ്റും ഇതേ കൺസെപ്റ്റ് അതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് മുസ്ലിം കൺസെപ്റ്റ് കൂടി വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും തർക്കശാസ്ത്രത്തെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇസ്ലാമിക തർക്കശാസ്ത്രം അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അൽഫറാബിയുടെ ബുക്കിലാണ് അതിനെ കുറിച്ച് പറയുന്നത്. അയാളും അരിസ്റ്റോട്ടിലിന്റെ തർക്കശാസ്ത്രത്തെ സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഈ തർക്കശാസ്ത്രം എന്ന് പറയുന്നത് സത്യവും അസത്യവും എടുത്ത് മനസ്സിലാക്കി പറയുന്ന സംഗതിയാണ്. അത് എല്ലാ മതങ്ങളിലും അത്യാവശ്യമാണ് എന്നർത്ഥം. എന്ന് മാത്രമല്ല, സത്യവും അസത്യവും എല്ലാ സത്യവും നമ്മൾ എല്ലായ്പ്പോഴും വിളിച്ചു പറയാൻ പറ്റുന്നതും അല്ല. അതിന് ലോജിക്കായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോ ഹിന്ദു മതങ്ങളിലും ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും തർക്കശാസ്ത്രത്തെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് അനുമാനങ്ങളും അതിന്റെ റൈറ്റിങ്സുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആധുനിക കാലത്തും എന്തുണ്ട്? തർക്കശാസ്ത്രം, അതായത് ലോജിക്ക് ഉണ്ട്. ഇപ്പൊ പലരും ഈ ലോജിക്ക് എന്ന് പറയുന്നത് ലോജിക്കലായിട്ട് ചിന്തിക്കലാണ്. അതായത് നമ്മൾ അന്ധമായ വിശ്വാസം അല്ലാണ്ട് ചിലതിനൊക്കെ യുക്തി ചിന്ത ആയിട്ട് ചിന്തിക്കുക. അതിന് നമുക്ക് പറയാം. അപ്പം ആധുനിക കാലത്തും അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ട്, യുക്തി ചിന്തയുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ ഹൈ ആയിട്ടാണ്. അതായത് ഇപ്പൊ ദൈവമില്ല എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിലേക്കൊക്കെ ആളുകൾ എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? യുക്തിചിന്ത വരുമ്പോഴാണ്. അതായത് നമ്മൾ കണ്ടു ബോധ്യപ്പെട്ടാൽ മാത്രമേ ചില കാര്യങ്ങൾ വിശ്വസിക്കുള്ളൂ. ആ ഒരു കൺസെപ്റ്റിൽ വരുമ്പോൾ അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വരുമ്പോൾ നമുക്ക് ദൈവത്തെ പോലും നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. ദൈവം ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് യുക്തിചിന്തകന്മാർ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ലോജിക്ക് എന്ന് പറയുന്നത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന, ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ മുസ്ലിങ്ങൾക്ക് ഒരു നിയമമുണ്ട്. അത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. അതായത് ഇപ്പൊ ഈ അവിഹിതങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിഹിതത്തെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോ 2 പാർട്ണർമാര്, അതിൽ ഒരാളെ ചീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോ ഒരു വൈഫ് ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്യുന്നു. അതായത് വേറൊരാളുമായിട്ട്, ഞാനത് ഓപ്പണായിട്ട് തന്നെ പറയാം കേട്ടോ, കാര്യം മനസ്സിലാക്കാൻ വേണ്ടി, വേറൊരാളുമായിട്ട് ഇടപെടുന്നത് നേരിട്ട് കണ്ടു എന്ന് വിചാരിക്കുക. അത് കണ്ടത്
വൈഫാണ് അല്ലെങ്കിൽ ഹസ്ബൻഡാണ് കണ്ടെന്ന് വിചാരിക്കുക. അത് നിങ്ങൾ പുറത്ത് പോയിട്ട് വേറെ ആളോട് പറഞ്ഞിട്ട് ഹസ്ബൻഡിനെതിരെ ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ അതിനെ വിവാഹമോചനം നടത്താനോ പെർമിഷൻ ഇല്ല. അതൊരിക്കലും ഇസ്ലാം അനുവദിക്കണില്ല. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു എങ്കിൽ പോലും അത് ആ പേര് പറഞ്ഞിട്ട് അയാളെ ഒഴിവാക്കാൻ ഇസ്ലാം എല്ലാ മതങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്, അനുവദിക്കുന്നില്ല. അവിടെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്, അതാണ് അവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. അതിന് ഒരു സാക്ഷി വേണം, ഒരു സാക്ഷിയല്ല 2 സാക്ഷി വേണം എന്നാണ്. നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മാത്രം കണ്ടിട്ട് കാര്യമില്ല എന്നർത്ഥം. അതിന് 2 സാക്ഷി വേണം എന്നർത്ഥം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോന്നറിയില്ല. നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച, ഒരു ചീറ്റിങ് 2 ആളെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും? ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ലോജിക്ക് എന്താണ് എന്ന് ഈ മതം പറയുന്നത്, മനുഷ്യന്മാരാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിച്ചേ പറ്റുള്ളൂ എന്നാണ് വിശേഷം. അതാണ് അവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. നമ്മൾ കേൾക്കുമ്പം അതൊരു വിരോധാഭാസമായിട്ടൊക്കെ തോന്നാം. സോ ഈ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ കുറച്ച് വിരോധാഭാസങ്ങളുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. എന്തായാലും ആധുനിക കാലഘട്ടങ്ങളിലും തർക്കശാസ്ത്രം ഉണ്ട് എന്ന് പറയാം. ഈ തർക്കശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ പല ഭാഗങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നോക്കൂ, തർക്കശാസ്ത്രത്തില് പ്രതിജ്ഞാവാക്യം, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സില്ലോഗി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഒരു വാക്ക് യൂസ് ചെയ്തല്ലോ. അരിസ്റ്റോട്ടിലാണ് അങ്ങനെ ഒരു വാക്ക് കൊണ്ടുവന്നത്, സില്ലോഗിസം എന്ന് പറയുന്നത്. വാക്കുകളുടെ കണക്ഷൻസ്, അതാണ് അതിന് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയും. പ്രതിജ്ഞാവാക്യം അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളൊരു വാക്ക് പറയുന്ന സമയത്ത് അതിൽ ട്രൂത്ത് വാല്യൂസ് ഉണ്ടാകും. ഒരു പ്രതിജ്ഞാവാക്യത്തിന് ഒന്നെങ്കിൽ സത്യം, അതായത് ട്രൂ വാല്യൂ ഉണ്ടാകും, അല്ലെങ്കിൽ അസത്യം ഉണ്ടാകും, അതായത് എഫ് എന്നാണ് അതിനെ സൂചിപ്പിക്കുക. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തൊരു വാക്ക്, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു എന്ന് പറയുന്നു. ചില കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു, അതിന് അസത്യം. ഇതിനൊന്നും എക്സാമ്പിൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ശരിയായ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും ചിലത് ശരിയാണ്, ചിലത് അസത്യമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ പല കാര്യങ്ങളും പറയുന്നത് തെറ്റായിരിക്കാം. അവിടെ നമ്മൾ ലോജിക് ഉപയോഗിച്ചിട്ട് ചിന്തിക്കണം. വിവരമുള്ള ആൾക്കാർ ലോജിക് യൂസ് ചെയ്തിട്ട് ചിന്തിക്കണം. അതായത് ഒരാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയല്ല എന്നർത്ഥം. ലോജിക്കൽ ഫോംസ്, അതായത് നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് 2 രീതിയിലുള്ള വാക്യങ്ങളുണ്ട്. പ്രതിജ്ഞാവാക്യങ്ങളുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ ഫോർമാറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഫോമും സംസാരങ്ങളൊക്കെ ഉണ്ട്. അവിടെയും എന്ത് വരാറുണ്ട്? ശരിയും തെറ്റൊക്കെ വരാറുണ്ട്. ഇനി സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ 2 രീതികൾ, ഈ 2 പ്രത്യേകതകൾ ആ വാക്യത്തിൽ വരും. ഒന്ന് വിശേഷണം, 2 പ്രെഡിക്കേറ്റ്. അതായത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്ന് പറയും. സബ്ജക്റ്റ് നമ്മൾ വിഷയം എന്നാണ് പറയാം. വിഷയം പിന്നെ വിധേയവുമാണ് വരിക കേട്ടോ. വിഷയവും വിധേയവും. ഈ എല്ലാ വാക്കിലും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളിലും വിഷയവും ഉണ്ട്, വിധേയവും ഉണ്ട്. വിധേയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, വിശേഷണമാണ്. ഇതില് ഒന്നെങ്കിൽ വിഷയത്തിലായിരിക്കും മിസ്റ്റേക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ വിശേഷണത്തിലായിരിക്കും മിസ്റ്റേക്ക് വരിക. ഞാൻ വിധേയം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വിശേഷണം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് നമ്മൾ ഗ്രാമറിൽ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് തന്നെയാണ് ഇതിന് പറയാം. സബ്ജക്റ്റിന് എസ് എന്നും പ്രെഡിക്കേറ്റിന് ഇത്. അപ്പോൾ ഒരു വാക്ക് നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനാണ് സബ്ജക്റ്റ് എന്ന് പറയുക. വാക്കിലുണ്ടാകുന്ന തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ.
അതിന്റെ വിധേയം അല്ലെങ്കിൽ അതിന്റെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഏത് വിഷയത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നതാണ്. എന്നിട്ട് ആ രണ്ട് വാക്യങ്ങളെ നമ്മൾ കൂട്ടിച്ചേർക്കും. ആ കൂട്ടിച്ചേർക്കുമ്പോൾ സംഭവിക്കുന്ന നെഗറ്റീവും പോസിറ്റീവും ആണ് ആ വാക്കിന് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ലോജിക്കലായിട്ട് പഠിക്കുമ്പം അതിനൊന്ന് കീറിമുറിച്ച് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു വാക്ക് ലോജിക്കലി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആ വാക്കിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, രണ്ടായിട്ട് കഷ്ണം മുറിക്കാം. അത് സബ്ജക്റ്റ് ക്ലോസ് എന്നും പ്രെഡിക്കേറ്റ് ക്ലോസ് എന്നും ഇംഗ്ലീഷിൽ പറയും. അതായത് വിഷയമെന്നും വിശേഷണം എന്നും പറയും. എന്നിട്ടാണ് നമ്മൾ ആ വാക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ. ഇനി ആ വാക്കുകൾ തന്നെയുള്ള തരംതിരിവുണ്ട്, അത്രയൊന്നും ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട. ജസ്റ്റ് അതൊക്കെ നമുക്ക് ജസ്റ്റ് വിടാം. ദെൻ സത്യവും സാധുതയും. ഒരു വാക്കില് അത് സത്യമാണോ അല്ലെങ്കിൽ എന്താണ് സത്യം? സത്യം എന്നത് സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചുള്ളതാ. ഒരു വാക്യം യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഉള്ള കാര്യമാണോ, ചുരുക്കി പറഞ്ഞാൽ ഉള്ള കാര്യമാണോ, അതാണ് സത്യം എന്ന് പറയുന്നത്. അതിന്റെ നിർവചന കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വായിക്കുക. ഇനി ഇല്ലാത്ത കാര്യമാണ് പറയുന്നത് എങ്കിൽ അതിന് നമ്മൾ അസത്യം എന്ന് പറഞ്ഞാൽ അതിന് 2 എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ സത്യവും അസത്യവും ഉണ്ട്. അതോടൊപ്പം തന്നെ ലോജിക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വാക്ക് സാധുത ആണ്, വാലിഡിറ്റി ആണ്. സാധുത എന്നത് വാദത്തിന്റെ ഘടനയെ സംബന്ധിച്ചുള്ളതാണ്, അല്ലാതെ വാക്യങ്ങളുടെ വ്യക്തിപരമായ സത്യത്തെ അല്ല. ഇത് നിഗമന യുക്തിക്ക് ബാധകമാണ്. നിർവചനം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചോ, പെട്ടെന്നൊന്നും മനസ്സിലാകുന്ന കാര്യമല്ല. ഒരു വാദം സാധുവാകണമെങ്കിൽ ആധാരവാക്യങ്ങൾ സത്യമാണെങ്കിൽ അതിന് തീരുമാനം നിർബന്ധമായും സത്യമായിരിക്കും. ഒരു വാക്ക് ഉണ്ടാക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വായിച്ച് വിട്ടുകളെ. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ആണ്. ശരിയായ കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ലാംഗ്വേജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ചേർത്ത് നിങ്ങൾക്ക് എഴുതാം. ഞാനിതിൻ്റെ സെക്കൻഡ് ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് വിവരിച്ചിട്ട് നിർത്താം. അതായത് 2ാമത്തെ യൂണിറ്റ് വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ട്രഡീഷണൽ ആൻഡ് സിംബോളിക് ലോജിക് ആണ്. ഇതില് യുക്തി ശാസ്ത്രം എന്താണെന്നതിനൊരു നിർവചനം, മീനിങ്ങും അതിന്റെ ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. യുക്തിശാസ്ത്രം നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, യുക്തിശാസ്ത്രം എന്നത് ശരിയായ ചിന്തകളുടെയും വാദങ്ങളുടെയും തത്വങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രം. അത് ഒന്നിൽ കൂടുതൽ വാക്യങ്ങളിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞാൽ, അതായത് ആ ഒരു വാക്കിന് എന്തുണ്ട്, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നു തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. വാക്കിന്, യുക്തിപരമായ വാക്യങ്ങൾക്ക് 2 ഘടകങ്ങളുണ്ട്. അതായത് ആർഗ്യുമെന്റ്സ് ഉണ്ട്, കൺക്ലൂഷനും ഉണ്ട്. ഒരു വാക്യം വരുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ അതിൽ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക, പിന്നീട് അതൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു, അതിനെക്കുറിച്ചൊരു തീരുമാനം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, പരമ്പരാഗത യുക്തിശാസ്ത്രം. അത് നമ്മൾ അരിസ്റ്റോട്ടലിനെ കുറിച്ചിട്ട് നമുക്ക് അവിടെ എഴുതിയാൽ മതി. സിലോഗിസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ദെൻ സിംബോളിക് ലോജിക് ആണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് സ്പെഷ്യലായിട്ട് നോക്കാനുള്ളത്. അതായത് ആധുനിക കാലത്ത് ഈ ഒരു ലോജിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ ചിഹ്നങ്ങളും പുതിയ വാക്യ രീതികളൊക്കെ യൂസ് ചെയ്തു തുടങ്ങി. അതായത് ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത് ആധുനിക സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ രീതികളാണ്. അതായത് നമ്മൾ ഗ്രാമറിൽ പഠിക്കുന്നതും അതുപോലെ തന്നെ മാത്സിൽ പഠിക്കുന്നതൊക്കെ കുറേ ലോജിക്കൽ തിയറീസ് ഉണ്ട്. അപ്പൊ ആധുനിക
തർക്കശാസ്ത്രം ഈ പറഞ്ഞ സാധാരണ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിന് പുറത്ത് കുറേ ചിഹ്നങ്ങളും ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ പ്രപ്പോസിഷൻ ഉണ്ട്, ആർഗ്യുമെന്റ്സ് ഉണ്ട്. അതില് എ എന്ന് പറയുമ്പോഴെന്താ അതിലൊരു കുറച്ച് സൂത്രവാക്യം തന്നിട്ടില്ലേ? ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. അതെ, അതാണ് ഈ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. എസ് പി അങ്ങനെ കുറച്ച് സാധനം ഉണ്ടല്ലോ. അതെ, ഞാൻ 2 യൂണിറ്റും കൂടെ ഒന്നിച്ചെടുക്കുന്നില്ല. ഇവിടേക്ക് കുറച്ചും കൂടെ മാത്സുമായി ബന്ധപ്പെട്ടിട്ടും, മാത്സ് ഒന്നല്ല, പക്ഷെ എന്താ പറയാ, ചില വാക്യങ്ങളും സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഞാൻ തൽക്കാലം ഈ ഒരു റെക്കോർഡിങ് 1ാമത്തെ യൂണിറ്റിൽ അവസാനിപ്പിക്കാം. ഓക്കെ, ഈ ഒരു യൂണിറ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് തർക്കശാസ്ത്രം എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രം 1ാമത്തെ യൂണിറ്റ് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചില പോയിന്റ്സ് മിസ്സിംഗ് ഉണ്ട് ഇവിടെ. ആ ഇക്വേഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ നെക്സ്റ്റ് ക്ലാസ് ഇതിൽ പറയാം. അതോടൊപ്പം ഇതിന്റെ മുന്നുള്ള ക്ലാസ്സുകളും കൂടെ ഒന്ന് കേൾക്കാം കേട്ടോ. ഹ്യൂമാനിസം എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം. അത്ര പെട്ടെന്ന് മനസ്സിലാവുന്ന സബ്ജക്റ്റ് അല്ല, വളരെയധികം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റ്.